സാധാരണ നമ്മൾ കട്ട് കേൾക്കുക, നമ്മളൊന്ന് തെറ്റിപ്പോയി കട്ട് നിൽക്കുക ഡയറക്ടർ എടുത്തുന്നതാണ്. ഇത് ഇങ്ങനെ അവിടുന്ന് ക്യാമറ ഫോക്കണ് മാറ്റിട്ട് പറയും നമുക്ക് ഒന്നും കൂടി പോവാ, അതങ്ങനെയല്ല പറയാം. ബീങ് ആൻ ആക്ടർ നമ്മൾ ഇത്തരം ആൾക്കാരുടെ കൂടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് അവിടെ ഒന്ന് എത്തിപ്പെടുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ വിളിക്കുന്നത്. സോ ലൈക്ക് ദാറ്റ്സ് എ ബ്ലെസ്സിങ്. സോ ലൈക്ക് നമ്മൾ പിന്നെ മേലോട്ട് നാട്ടൊന്നും ചിന്തിക്കാനില്ല, നേരെ പോവുക, അത് കേൾക്കുക, ഓക്കെ സെറ്റ്, ലൈക്ക് ഓക്കെ ഓക്കെ ഫൈൻ മനസ്സിലാക്കുക, അത് പോയി വൃത്തിക്ക് ചെയ്തു കൊടുക്കുക, ബാക്കി ഒരു തല്ലി ചെയ്യിച്ചോളും. ഈ എക്കോയിൽ ഇതുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു മൊമെന്റോ അല്ലെങ്കിൽ ഇഷ്ടമാരുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അവിടെ പോയി ആദ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, ആഹാ എങ്ങനെയോ ബാഹുലി ഇവിടെ ഇതെങ്ങനെ നടക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളെ കാണുമ്പോൾ എനിക്ക് ഇയാൾ എങ്ങനെയാണ് ഈ സീൻ എടുക്കാൻ പോണത്. അതാണ് എൻ്റെ മനസ്സിൽ അവിടെ ഒക്കെ എപ്പോഴും പോയത്, ഇയാൾ എവിടെ ഇരിക്കും ക്യാമറ വെക്കുക, ഇത് ഇങ്ങനെ ഇയാൾ ചെയ്യാൻ പോകുന്നത്. ഇയാൾ കാരണം നമ്മളപ്പോൾ താഴോട്ട് നോക്കുമ്പോണ്ടാവും അവിടുന്ന് മറ്റേ ജിബു ആയിട്ട് ആൾക്കാർ കയറി വരുന്നത്. അവൻ ഇതിപ്പോ എവിടെ ഇടുക, ഇവനെവിടെ ഞങ്ങൾ കാണാത്തൊരു സ്ഥലം കണ്ടത്. ലൈക്ക് അത് ഭയങ്കര എക്സൈറ്റിങ്. പക്ഷെ ഈ സിനിമയിലൊക്കെ വരുമ്പോൾ ലൈക്ക് ഇത് ആ ക്യാരക്ടർ എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അങ്ങോട്ട് ഒറ്റ പറയാൻ പറ്റില്ല, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് ലൈക്ക് അയാൾ ഒരു ലോറി ഡ്രൈവറാണ്, ലൈക്ക് ആളൊരു ലോറി ഡ്രൈവറാണ്. സോ ലൈക്ക് നമുക്ക് ഈ നേരത്തെ ഇവർ പറഞ്ഞ മാതിരി തന്നെ ഈ ബാഹുലും ദിഞ്ചിത്തും ഇവർ രണ്ടുപേരും കൂടി അതിനെ നെറേറ്റ് ചെയ്ത് ഫസ്റ്റ് എന്നെ അവർ വിളിച്ച് അവരിത് ഫുള്ള് നെറേറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ അപ്പം നമ്മളെ ഉള്ളിൽ അങ്ങനെ ഒരു ലോറി ഡ്രൈവർ എന്നുള്ളൊരു പാറ്റേൺ വരും. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടതാണ് അങ്ങനെയുള്ളത്. നമ്മൾ ഓക്കെ എങ്ങനെയാണ്, പക്ഷെ അത് നേരെ ഈ കളത്തിലെത്തുമ്പം അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബാഹുല് നമ്മളെ അവനെങ്ങനെയാണോ ആളെ കണ്ടത്, എങ്ങനെയാണോ അയാൾ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് അയാൾ ബിഹേവ് ചെയ്യേണ്ടത്, അതിലേക്ക് ബാഹുല് മെല്ലെ വലിച്ചു കൊണ്ടുപോകും. റെഫറൻസ് ഉണ്ടായിരുന്നു, അവന്റെ റൈറ്റിങ്ങില് അയാൾ ആ കഥാപാത്രത്തിന് എങ്ങനെയാണോ എഴുതിയത് അങ്ങനെ പുള്ളി നമ്മളെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും. റൈറ്റിംഗ് ആണ് റെഫറൻസ്. കാരണം ലൈക്ക് നല്ല റൈറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ സിനിമ ഉണ്ടാവുള്ളൂ, കാരണം പേപ്പേഴ്സിൽ ഉണ്ടെങ്കിൽ സിനിമ ഉള്ളൂ, അല്ലാണ്ട് സിനിമ ഉണ്ടാവില്ല. അപ്പം അത് എഴുതിയ ആൾ തന്നെയാണ് ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞാൽ അതാ അയാള് ഇങ്ങനെ ആ വാക്ക് അങ്ങനെയല്ല പറയുക. കാരണം അത് സാധാരണ നമ്മൾ കട്ട് കേൾക്കുക, നമ്മളൊന്ന് തെറ്റിപ്പോയി കട്ട് നിൽക്കുക ഡയറക്ടർ എടുത്തുന്നതാണ്. ഇത് ഇങ്ങനെ അവിടുന്ന് ക്യാമറ ഫോക്കണ് മാറ്റിട്ട് പറയും നമുക്ക് ഒന്നും കൂടി പോവാ, അതങ്ങനെയല്ല പറയാം. പിന്നെ പുള്ളി കാരണം ഭയങ്കര വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ലൈക്ക് ഒരു റൈറ്റർ ക്യാമറമാൻ എന്ന് പറയുന്നത് യൂഷ്വലി അങ്ങനെ കാണാറില്ല. കാരണം നമ്മൾ ബാക്കി എല്ലാ രീതിയിലുള്ള റൈറ്റേഴ്സിനും കണ്ടിട്ടുണ്ട്. സോ ലൈക്ക് ഭയങ്കര ഒരു രസമുള്ള ഒരു ക്രൂ. കാരണം ഇവരെ ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഏതൊരു ആക്ടറെ വിളിച്ചാലും അവർ പോകും, കാരണം ഇവർ ചെയ്തു വെച്ച സിനിമകൾ അങ്ങനെയാണ്. ബാഹുലിൻ്റെ റൈറ്റിങ്ങും എല്ലാവർക്കും അറിയാം. എഴുതിയ 3 കാര്യങ്ങളും, ഒന്ന് ഒരു വെബ് സീരീസ് ആണെങ്കിലും കേരള ക്രൈം ഫയൽസ് 2 ആണെങ്കിലും ഇതാ സിനിമയാണെങ്കിലും എല്ലാം നമുക്ക് അറിയാം. അപ്പം സോ ലൈക്ക് ഡെഫിനറ്റ്ലി ലൈക്ക് ബീങ് ആൻ ആക്ടർ നമ്മൾ ഇത്തരം ആൾക്കാരുടെ കൂടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് അവിടെ ഒന്ന് എത്തിപ്പെടുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ വിളിക്കുന്നത്. സോ ലൈക്ക് ദാറ്റ്സ് എ ബ്ലെസ്സിങ്. സോ ലൈക്ക് നമ്മൾ പിന്നെ മേലോട്ട് നാട്ടൊന്നും ചിന്തിക്കാനില്ല, നേരെ പോവുക, അത് കേൾക്കുക, ഓക്കെ സെറ്റ്, ലൈക്ക് ഓക്കെ ഓക്കെ ഫൈൻ മനസ്സിലാക്കുക, അത് പോയി വൃത്തിക്ക് ചെയ്തു കൊടുക്കുക, ബാക്കി ഒരു തല്ലി ചെയ്യിച്ചോളും. ഈ പറയുന്ന പോലെ ഭയങ്കര ജഡ്ജ്മെന്റ് ഉണ്ടാവാറുണ്ട് ബിൻചേട്ടൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്ന സമയത്താണെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ബിൻചേട്ടന് പേഴ്സണലി ഉള്ള പോലെ തോന്നാറുണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോഴും. ഈ എക്കോയിൽ ഇതുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു മൊമെന്റോ അല്ലെങ്കിൽ ഇഷ്ടമാരുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. സീരിയസ്ലി ലൈക്ക് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിച്ച ക്യാരക്ടറാണ്. ലൈക്ക് ദ വേ ലൈക്ക് അവർ അത് ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ല. ബട്ട് ലൈക്ക് ആ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട്. അത് ഞങ്ങളിവിടെ ഇരുന്ന് ഞങ്ങൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിലിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു രസം പോകും. നമ്മൾ അത് കാണുമ്പോൾ ഒരു ഫ്ലോ അത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങളത് മറച്ചു വെക്കുന്നതും. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് ഒരു ക്യാരക്ടറിനോട് കണക്റ്റഡ് ആവുന്നത്, ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫ്ലോ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് അതിൻ്റെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. പിന്നെ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ രസമില്ല. കാരണം നമ്മളിത് തിയേറ്ററിലേക്ക് നിങ്ങൾ വന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഫേർട്ട് മുഴുവൻ ഞങ്ങളെല്ലാവരും ലൈക്ക് എൻറ്റയർ ടീം എടുത്തത്. നിങ്ങൾ അവിടെ വന്നിരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ
ഭംഗിയുള്ള ക്യാരക്ടറിലേക്ക് സീലേക്ക് നമുക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്ന മൂമെന്റ്സ് ഉണ്ടായിരുന്നു, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മൂമെന്റ്സ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും എനിക്ക് മാത്രമല്ല, എനിക്ക് സന്ദീപിന് വിനീതേട്ടന് എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനത്തെ മൂമെന്റ്സ് ആണ്. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്ത ടെറൈൻസ് അങ്ങനത്തെ ടെറൈൻസ് ആണ്. ലൈക്ക് അതിൻ്റെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഒരു ഷോട്ട് എങ്ങനെ എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മളവിടെ പോയി നിന്നിട്ട് സീലേക്ക് ഞാൻ ഒരുപാട് പടത്തിൽ ടെക്നീഷ്യനായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അവിടെ പോയി ആദ്യം നിന്നിട്ട് ഞാൻ പറഞ്ഞു ആഹാ എങ്ങനെയാ ബാഹുലി ഇവിടെ ഇതെങ്ങനെ നടക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് സീലേക്ക് അയാളെ കാണുമ്പോൾ എനിക്ക് ഇയാൾ എങ്ങനെയാണ് ഈ സീൻ എടുക്കാൻ പോണത്. അതാണ് എൻ്റെ മനസ്സിൽ അവിടെ ഒക്കെ എപ്പോഴും പോയത്, ഇയാൾ എവിടെ ഇരിക്കും ക്യാമറ വെക്കുക, ഇത് എങ്ങനെയാണ് ഇയാൾ ചെയ്യാൻ പോകുന്നത്. ഇയാൾ കാരണം നമ്മളപ്പോൾ താഴോട്ട് നോക്കുമ്പോണ്ടാവും അവിടുന്ന് മറ്റേ ജിബുമായിട്ട് ആൾക്കാർ കയറി വരുന്നത്. അവൻ ഇതിപ്പോ എവിടെ ഇടുക, ഇവരെവിടെ ഞങ്ങൾ കാണാത്തൊരു സ്ഥലം കണ്ടത്. സീലേക്ക് അത് ഭയങ്കര എക്സൈറ്റിങ് ഇനി അയാളത് എങ്ങനെ അതിനെ ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഈ സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ ടെറൈനാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടായ ഭാഗം. അതൊരു അച്ചീവ് ചെയ്ത് ഞങ്ങൾ അവിടെ കൊണ്ട് വരുത്തിച്ച് ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ച്. സോ ലൈക്ക് ഇത് ടീമാണ്, ആ ടീമിൻ്റെയാണ് ഈ സിനിമ. സോ ലൈക്ക് ആ ടീമിൻ്റെ എഫേർട്ടും അവരുടെ എല്ലാം ഞങ്ങളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം.